നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് ഒരു റിക്വസ്റ്റഡ് റീഡിങ്സ് ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ എന്താണ്? തേർഡ് സിറ്റുവേഷൻസ് ഉള്ളവർ മാത്രം കണക്ട് ചെയ്താൽ മതി കേട്ടോ. തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? അവരെന്താണ് തിരിച്ചറിയാൻ പോകുന്നത്? അവരുടെ ലൈഫിൽ അവർ മനസ്സിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു എന്ന രീതിയിൽ തന്നെ കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എവരിഡേ എല്ലാ ദിവസവും നിങ്ങൾ എഴുതണം കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ അഫർമേഷൻസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരികയുള്ളൂ. ഒരു ദിവസമോ 2 ദിവസമോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അഫർമേഷൻസ് കണ്ടിന്യൂ ആയിട്ട് നമ്മളത് എല്ലാ വീഡിയോസുകളിലും കണക്റ്റ് ചെയ്ത് പോകുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻ ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ആ ഒരു അവസ്ഥയിലൂടെ പോകുന്നതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയ വേർഡ്സ് ചേർത്ത് തന്നെ നിങ്ങൾ അഫർമേഷൻസുകൾ ഓരോന്നും എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് റീഡിംഗ് ആണ്. അത് മറ്റ് ജനറൽ റീഡിങ്സോടെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം കണക്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ റെസനേറ്റ് ആയിട്ട് വരുന്നതാണ്. റൈറ്റ് ഹീലിംഗ് നിർബന്ധമായും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മക്കളെ. റൈറ്റ് ഹീലിംഗ് സ്റ്റോപ്പ് ചെയ്യരുത്. ഒരാളെക്കുറിച്ച് തന്നെ നമുക്ക് അവരോട് പറയാനുള്ളത് അവരിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തതും എഴുതി കത്തിച്ച് കഴിഞ്ഞ് അവരെക്കുറിച്ച് ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഹീലായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെ എല്ലാം നിങ്ങൾക്ക് ഭാഗ്യമായി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ കുറിച്ചും പ്രസൻറ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും എല്ലാം ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ അറിഞ്ഞും മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയാണ്. അതനുസരിച്ച് നിങ്ങൾ ടാറോ റീഡിങ്സിനെ കണക്റ്റ് ചെയ്യുക. നെഗറ്റീവായ മൈൻഡ് സെറ്റോട് കൂടി തീർച്ചയായിട്ടും ടാറോ റീഡിങ്സ് കാണരുത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ഫലങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കണക്റ്റ് ചെയ്ത് പോവുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ എനർജിയിലേക്കാണ് നമ്മൾ കണക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ പറയാനുള്ളത് ഫാമിലി എനർജിയുടെ പ്രസൻസ് ഉണ്ട് തേർഡ് പാർട്ടി പ്രസൻസിൽ. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയൊക്കെ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു മാര്യേജ് എനർജിയുടെ പ്രസൻസ്, നല്ലൊരു ഹാപ്പി മൂമെൻറ്റ്സ് ഒക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത്. നല്ല രീതിയിൽ നല്ലൊരു സെലിബ്രേറ്റഡ് എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് കാണാനും പറയാനും പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ. അവരുടെ ആ ഒരു ഫ്യൂച്ചറിലേക്ക് പോകുന്നതനുസരിച്ച് എത്രത്തോളം സെലിബ്രേറ്റഡ് ആയിരുന്നോ, എത്രത്തോളം പോസിറ്റീവായിട്ടാണോ അവർ കണക്റ്റ് ചെയ്ത് നിന്നിരുന്നത്, അതിൻ്റെ ഇരട്ടിയായിട്ട് കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസക്കേടുകൾ, അതുപോലെ ഒരു ഈഗോ ക്ലാഷ് എനർജി. ഈഗോ വളരെ സ്ട്രോങ് ആയിട്ട് വരും. പേഴ്സണാലിറ്റിയെ സംബന്ധിച്ച് രണ്ടുപേരുടെയും വ്യക്തിത്വത്തെ ബേസ് ചെയ്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ആ ഒരു സഹകരണം പൂർണ്ണത നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് നമുക്ക് ഫ്യൂച്ചർ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇവർ തേർഡ് സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള കാരണം
ഫിനാൻഷ്യൽ എനർജി ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം കേട്ടോ. തേർഡ് പാർട്ടിയുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടി എനർജി കണക്ട് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ സാമ്പത്തികപരമാകുന്ന ആ ഒരു നിലനിൽപ്പ്, ഫിനാൻഷ്യൽ അബണ്ടൻസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം. വളരെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു എനർജി തേർഡ് സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ചിലരെ സംബന്ധിച്ച് മാര്യേജ് ചെയ്ത ഒരു എനർജിയിലേക്ക് പോയിട്ടുണ്ട്. ഫാമിലി എനർജിയും കണക്റ്റഡായി വന്നിട്ടുണ്ട്. അപ്പം തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടും ഫിസിക്കൽ ബ്യൂട്ടി എനർജീനെ അട്രാക്റ്റ് ചെയ്തും പോയിരിക്കുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിസിക്കൽ ബ്യൂട്ടി, ഇതെല്ലാം തേർഡ് സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആയിട്ടും നിങ്ങളുടെ വ്യക്തി തേർഡ് സിറ്റുവേഷൻസിൽ അട്രാക്റ്റഡ് ആയ ഒരു എനർജിയാണ് കാണുന്നത്. ശരിക്കും ഒരു ഇമോഷണൽ ബാലൻസ്, അതായത് ഇമോഷണൽ അബണ്ടൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇമോഷണൽ അബണ്ടൻസ് ആണ്. സ്നേഹവും അതുപോലെ തന്നെ പ്രാധാന്യവും പോസിറ്റിവിറ്റിയും എല്ലാം ഉള്ള ഒരു എനർജിയാണ്. പക്ഷേ ഇവർക്കിടയിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സിമ്പതി എനർജി ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് ഇവിടെ ഒരു ക്ലാഷിങ് എനർജിയാണ് വരുന്നത്. കോൺഫ്ലിക്റ്റുകൾ, ശരിക്കും ശക്തമാകുന്ന പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ എത്രത്തോളം പോസിറ്റീവായിട്ട് ആഡംബരത്തോടു കൂടിയാണോ തേർഡ് പാർട്ടിയോട് ഒത്തുപോകുന്നത്, അതിനേക്കാൾ ശക്തമായി തല കുത്തനെ താഴേക്ക് പോരാൻ സാധ്യതയുള്ള ഒരു എനർജി, അതായത് വീഴ്ച, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഴ്ച, അവരുമായിട്ട് ഫൈറ്റിങ്ങിനും കോമ്പറ്റീഷനായിട്ടും മറ്റു പല വ്യക്തികളുടെ പ്രസൻസ്, ഇതെല്ലാം തേർഡ് പാർട്ടീനെ ബേസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിലേക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി അവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്ത് സാമ്പത്തികപരമാകുന്ന ചില പ്രശ്നങ്ങളും നിങ്ങളുടെ പേഴ്സൺ നേരിടേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ കൈകളിലേക്കായിരിക്കാം ഫിനാൻഷ്യൽ എനർജി വന്ന് നിൽക്കാൻ സാധ്യത. അതിനെ ബേസ് ചെയ്ത് സാമ്പത്തികപരമാകുന്ന പല പ്രശ്നങ്ങളും തേർഡ് പാർട്ടി മുഖാന്തരം നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിലേക്ക് നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് ഇവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ചില ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ ഞാൻ പറയില്ലേ, സാമ്പത്തികം എന്ന് പറയുന്ന ഒരു എനർജി ബേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തികം ഫ്രീഡത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ കൈകാര്യം ചെയ്യുകയും അവർ ബിസിനസ്സായിട്ടോ ലീഡർഷിപ്പ് മറ്റെന്തെങ്കിലുമൊക്കെ തലത്തിൽ ലീഡർഷിപ്പ് സ്ഥാനത്തിരിക്കാൻ പാകത്തിനുമൊക്കെ സാമ്പത്തികം ഒരു ലോങ് ടൈം സക്സസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അവിടെ ആ ഒരു വ്യക്തി വളരെയധികം സെൽഫ് ഡിസിപ്ലിനോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ജഡ്ജ്മെൻറ്റിങ് നടപ്പിലാക്കപ്പെടും. ഒരു പക്ഷേ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. തേർഡ് പാർട്ടിയുമായിട്ട് മുഷിച്ചിൽ വരുന്നതിനനുസരിച്ച് സാമ്പത്തികം കയ്യിൽ നിന്നും പുറത്തേക്ക് പോകാൻ, അവരുടെ നിലനിൽപ്പ് പുറത്തേക്ക് പോകാനായിട്ട് നിലനിൽപ്പിന് വീഴ്ച സംഭവിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വളരെ ഇൻസ്പിറേഷനോട് കൂടി ചിലപ്പോൾ തേർഡ് പാർട്ടിയെ ഫോക്കസ് ചെയ്യും. കാരണം ഇവിടെ ഒരു സാമ്പത്തിക ഇടപാട് ഇവർക്കിടയിൽ ഉള്ളതുകൊണ്ട് തേർഡ് പാർട്ടീനെ ശരിക്കും ഫോക്കസ് ചെയ്യും. പക്ഷേ തേർഡ് പാർട്ടി ശക്തമായിട്ട് ജഡ്ജ്മെൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, ഫൈറ്റിംഗ് ചെയ്യുന്നു തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇംബാലൻസിങ് എനർജി ഉണ്ടാകും അവർക്കിടയിൽ. അത് സാമ്പത്തികപരമായിട്ട് മറ്റു ബന്ധങ്ങളെ ബേസ് ചെയ്തു മറ്റുള്ള ബന്ധങ്ങളോട് അതിനകത്തേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. പേരൻസിൻ്റെ എനർജി വരാം, മറ്റു ബ്ലഡ് റിലേഷൻ്റെ എനർജി കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ചിൽഡ്രൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇതിനെല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഇംബാലൻസിങ് എനർജി നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ ഫ്യൂച്ചറിലേക്ക് കണക്റ്റഡ് ആകും. റീയൂണിയൻ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കും. അതായത് അവരുടെ ഇമോഷൻസിനെ സ്വീകരിക്കാൻ തയ്യാറാണ്, അവരുടെ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടിക്ക് വാല്യൂ ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തി വളരെയധികം തേർഡ് പാർട്ടിയിലേക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിലനിൽക്കാൻ ശ്രമിക്കും. പക്ഷേ അവിടെ പ്രോബ്ലംസുകളാണ്, നിരാശയാണ് ഫലമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു പൂർണ്ണത ഇവർക്ക് ലഭിക്കില്ല. കാരണം തേർഡ് പാർട്ടി മനസ്സിലാക്കും ഇവർ മിസ്യൂസിങ് ചെയ്യുന്നു എന്നത്. ഇവർ മറ്റ് കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ
തേർഡ് പാർട്ടിയിൽ വളരെ ശക്തമായിട്ട് വരും. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ചിന്തിക്കും നിങ്ങളുടെ വ്യക്തിക്ക് മറ്റേതോ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതോ സിറ്റുവേഷൻസിൽ ഫോക്കസ് ചെയ്യുന്നു. ഇതെല്ലാം ഇവർക്കിടയിലെ ഇമോഷണലി ഉണ്ടാവേണ്ട ആ ഒരു ബോണ്ടിന് വീഴ്ച അല്ലെങ്കിൽ ഒരു വിള്ളൽ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് എന്ത് ചെയ്യണം, എങ്ങനെ ആക്ഷൻ എടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബന്ധത്തെ നിലനിർത്താൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സ്തംഭന അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് വെൽത്ത് എനർജിയെ ബേസ് ചെയ്തുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. വെൽത്തിനെ കണക്ട് ചെയ്തായിരിക്കും ശക്തമാകുന്ന പ്രോബ്ലംസുകൾ നേരിടുന്നത്. അതായത് വെൽത്ത് ഫോക്കസ് ചെയ്ത് സാമ്പത്തികത്തിൻ്റെ ഒരു ഫോക്കസിങ് എനർജി നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് തന്നെ നിങ്ങളുടെ വ്യക്തി കർമ്മ നേരിടുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും റീയൂണിയൻ പ്രസൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചൊന്ന് വരേണ്ടി വരാം തേർഡ് പാർട്ടീനെ നിലനിർത്തിക്കൊണ്ട് തന്നെ. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ തേർഡ് പാർട്ടിയിലോ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കൂടി ഇൻവോൾവ് ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഫ്യൂച്ചറിൽ. പക്ഷേ എല്ലാം നിരാശയിലാണ് അവസാനിക്കുന്നത്. ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് ഇവർക്കിടയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ആഗ്രഹങ്ങളുണ്ടാകും. ആഗ്രഹങ്ങൾക്കൊത്ത് കോൺഫിഡൻസോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ കാർമിക് സിറ്റുവേഷൻസുകൾ, മോശം സമയമായിരിക്കും ഫ്യൂച്ചറിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന, അതായത് വശംവദമായി നിൽക്കേണ്ടി വരും, അടിമപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഫെമിനിയൻ എനർജീനെ ബേസ് ചെയ്ത് മസ്കുലൻ എനർജിക്ക് ഒരു അടിമപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. എന്താണേലും കാർമിക്കാണ്. അതായത് കാർമിക് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ശനിയുടെ ദോഷമാവാം, അല്ലെങ്കിൽ ആദിത്യ ദോഷമാവാം, ചന്ദ്രൻ്റെ ദോഷമാവാം. ചന്ദ്രദശയുടെ ദശയിലേക്കാണ്, ദശാസന്ധികളിലേക്കാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നതായിട്ട് പറയാൻ പറ്റുന്നത്. ഏത് സിറ്റുവേഷൻസ് ആണോ, ഏത് ദശാസന്ധിയാണോ അവരിൽ കണക്റ്റഡ് ആവുന്ന ഫ്യൂച്ചറിലേക്ക്, അത് അവർക്ക് എത്ര നല്ലതായ, ഇപ്പം ശുക്രനാണെങ്കിൽ പോലും അത് മോശം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അപവാദം കേൾക്കേണ്ടി വരിക, തകർച്ച ഉണ്ടാവുക. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ മറ്റുള്ള കാര്യങ്ങളോട്, തെറ്റായ കാര്യങ്ങളോട് അഡിക്ഷൻ ഉണ്ടായി അതിലൊക്കെ പെട്ടുപോയി മറ്റുള്ള ലോകം അറിയുന്ന രീതിയിലൊക്കെ എത്തിച്ചേരേണ്ടി വരിക. അതൊക്കെയാണ് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലേക്ക് കാര്യങ്ങൾ നിന്നാൽ എത്ര നല്ല സമയമുണ്ട് എന്ന് പറഞ്ഞാലും അതിനെ മോശമാക്കി കളയുമെന്ന് പറയുന്നത് പോലെ അവിടെ വളരെ മോശമായ ഒരു കാർമിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത്. അപ്പം ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ സാഹചര്യം മോശമാണ്. ഒരിക്കലും അവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയരാൻ പറ്റാതെ അവർ ഉള്ളതും കൂടി നഷ്ടപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന നിസ്സഹായതയുടെ ഒരു സിറ്റുവേഷൻസാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ല, ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ പറ്റില്ല, കൂടെയുള്ളത് ശത്രുവാണോ മിത്രമാണോ എന്നറിയാൻ പറ്റില്ല. ടോട്ടലി ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിധിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഫ്യൂച്ചറിനെ. പേഴ്സണെ സംബന്ധിച്ച്, നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് നമ്മളുടെ ചില വിധി മാറ്റി എഴുതാൻ പറ്റും. നമ്മളുടെ ചില തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ സ്ട്രോങ് ആണെങ്കിൽ, നമ്മൾ സത്യസന്ധമാണ്, മറ്റൊരാളുടെ കണ്ണുനീരിന് നമ്മൾ കാരണമായിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് എത്ര വലിയ പോഷത്വം, ഒരു അബദ്ധമായാൽ പോലും അതിനകത്തൊരു ക്ലാരിറ്റിയും ഒരു കറക്റ്റ്നെസ്സിനുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടാകും, ഒരു അവസരം കിട്ടും. ഇവിടെ വിധിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഫ്യൂച്ചർ, സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ സക്സസ്, ഇതെല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് സ്വയം എന്താ പറയുക, സഹനശക്തിയോടുകൂടി അല്ലെങ്കിൽ ബലഹീനതയോടുകൂടി, നിസ്സഹായതയോടുകൂടി നിൽക്കുക എന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിർവരമ്പുകൾ ഇട്ട് നിൽക്കുന്നതായിരിക്കും
വളരെ നല്ലത്. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു ലേഡി പ്രസൻസിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ലേഡി പ്രസൻസിൻ്റെ ശക്തമാകുന്ന ജഡ്ജ്മെൻറ്റോ നിങ്ങളുടെ പേഴ്സൺ നേരിടേണ്ടിയും വരും ഫ്യൂച്ചറിലേക്ക്. അതൊരു ഓൾഡ് ലേഡിയോ വിഡോ എനർജിയിലുള്ള ലേഡിയോ മദർ എനർജിയോ ആവാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും കുറച്ച് സ്ട്രോങ് ആയ എല്ലാത്തിനെയും നല്ല രീതിയിൽ കാണുന്ന വ്യക്തിയാണ് കേട്ടോ. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തെറ്റിനെ തെറ്റായിട്ടും ശരിയെ ശരിയായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു ലേഡി പ്രസൻസിൻ്റെ സ്ട്രോങ് ആകുന്ന ഒരു ജഡ്ജ്മെൻറ്റിങ്ങിനും അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട്, അവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ടോട്ടൽ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഈ എനർജിയിൽ നിങ്ങളുടെ പേഴ്സണിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇംബാലൻസിങ് എനർജിയാണ് കേട്ടോ. പുതിയ തുടക്കങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇംബാലൻസിങ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. ഓപ്പർച്യൂണിറ്റീസുകൾ വരും നിങ്ങളുടെ വ്യക്തിക്ക്. നല്ലതായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിലേക്ക് കണക്റ്റഡായി വരും. പക്ഷെ അതൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇവരോടൊപ്പം നിന്ന് ഇവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളൊന്നും അത് ഇവർക്കിടെ ഡെസ്റ്റിനിയിൽപ്പെട്ടവരല്ല. നമ്മുടെ ഡെസ്റ്റിനിയിൽ പെടാത്ത വ്യക്തികളാണ് നമ്മളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നതെങ്കിൽ അവർ നമ്മളെ എത്ര സപ്പോർട്ട് ചെയ്താലും അത് നെഗറ്റീവാകുന്ന ഫലമായിരിക്കും ലഭിക്കുകയുള്ളൂ. നമ്മുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിൽപ്പെട്ട നമ്മളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ നമ്മളിൽ വന്നു ചേർന്നാൽ എത്ര വലിയ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും. അതേസമയം നമ്മുടെ ഡെസ്റ്റിനിയിൽ പെടാത്ത വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും നമുക്ക് വീഴ്ച സംഭവിക്കും. അത് നിങ്ങൾക്ക് നമ്മളുടെ ഒരു എനർജി ബേസിൽ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ആളല്ല നമ്മുടെ ഒപ്പമുള്ളതെന്നുള്ളത്. ഇത് നിങ്ങളുടെ പേഴ്സണ് പറ്റാൻ പോണതാണ്. അവരുടെ ഡെസ്റ്റിനിയിൽ പെട്ടതല്ല. അവരുടെ പേരൻസ് പോലും ചിലപ്പോൾ നമ്മുടെ ഡെസ്റ്റിനിയിൽ പെടാത്ത ചില സമയങ്ങളും ചില വ്യക്തികളുടെ ലൈഫിൽ കണക്ട് ചെയ്യാം. പേരൻസ് നമ്മുടെ ഡെസ്റ്റിനിയിൽ പെടാത്തതാവാം. പൂർവ്വജന്മ പാപത്തിൻ്റെ ഫലമായിട്ടും പൂർവ്വജന്മ ഫലമായ ചില കാര്യങ്ങളെ ബേസ് ചെയ്തും നമ്മളങ്ങനെ ജനിക്കേണ്ടി വരിക, അവരോടൊത്ത് വസിക്കേണ്ടി വരിക, അവരിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ നേരിടേണ്ടി വരിക. അതുപോലെ തന്നെ പല രീതിയിൽ നമ്മുടെ ഡെസ്റ്റിനിയിൽ പെടാത്ത ഒരാൾക്ക് ഒരിക്കലും നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. നമ്മളെ വളരെ ശക്തമായിട്ട് നമ്മളെ ദ്രോഹിക്കും അല്ലെങ്കിൽ നമ്മളെക്കെതിരെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഭാര്യഭർത്തൃബന്ധങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും എല്ലാം അത് നേരിടാൻ പറ്റും. ചിലർക്ക്, എല്ലാവർക്കും എന്നല്ല, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ അനുഭവങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അതേസമയം അന്യനായൊരു വ്യക്തി നമ്മുടെ ഡെസ്റ്റിനിയിലുള്ള നമ്മുടെ ആ ഒരു സോളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രസൻസ് നമുക്ക് വളരെ സപ്പോർട്ടിംഗ് ആയിരിക്കും, പോസിറ്റീവായിരിക്കും, ജീവിത വിജയത്തിലേക്ക് നല്ലൊരു വഴികാട്ടിയായിരിക്കും. അപ്പം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ഇവരുടെ ലൈഫിൽ നിൽക്കുന്ന വ്യക്തികളൊന്നും അവരുടെ ഡെസ്റ്റിനിയിൽ പെട്ടതല്ല. അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലം ഓപ്പോസിറ്റാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്. നേർ വഴി പറഞ്ഞാൽ അത് തെറ്റായ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി, ഒരു ഇമോഷണൽ ബാലൻസ് എനർജി, ഇതെല്ലാം അവർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അവരുടെ ലൈഫിൽ നേരിടേണ്ടി വരും. അതിനെല്ലാം അവർക്ക് കർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺട്രോളിങ് ഇല്ലാണ്ട് പോകും, അവർക്കൊരു വിൽ പവർ നഷ്ടപ്പെട്ടു പോകും, അവർക്കൊരു ഇമോഷണൽ ബാലൻസ് ഇല്ലാതെ പോകും. ഇതെല്ലാം അവർക്ക് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചാലും ഇതൊന്നും അവർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരിൽ നിഷിദ്ധമല്ല, അവരിൽ നിന്നും വിട്ടുപോകുക തന്നെയാണ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു കർമ്മ ബേസാണത്, അത് അവരുടെ വിധിയിൽപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളോട് അവർ പെരുമാറിയതും നിങ്ങളുടെ ജീവിതവുമായിട്ടുണ്ടായ എല്ലാ എക്സ്പീരിയൻസും എല്ലാം ഇവർക്ക് ഫ്യൂച്ചറിലേക്ക് അനുഭവിക്കേണ്ട കർമ്മയെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചില കാര്യങ്ങളായിട്ടേ നമുക്കിതിനെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് സിറ്റുവേഷൻസുകൾ, ഇമോഷണൽ പരമായ ബന്ധങ്ങൾ പലതും കടന്നു വരും. പക്ഷെ അതെല്ലാം അവരെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഒരു ഇല്യൂഷൻ എനർജിയിലാണ്, ഒരു മിഥ്യാധാരണ, ഒരു മായാവലയത്തിൽ പെടുത്തിക്കളയുന്ന സിറ്റുവേഷൻസുകളാണ്. ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഫ്യൂച്ചറിലേക്ക് ഇവരുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് എതിരെയുള്ള വ്യക്തികളുടെ പ്രസൻസ്, സിറ്റുവേഷൻസുകളൊക്കെ തന്നെയാണ്. കാരണം ഇവരുടെ സമയം വളരെ മോശമാണ്. ഇനി ഫ്യൂച്ചർ എനർജിയിലേക്ക് നോക്കുമ്പം ഇവരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്കെല്ലാം നെഗറ്റീവ് സിറ്റുവേഷൻസുകളാണ് വരുന്നത്. അവരുടെ കൂടെ ഉള്ള വ്യക്തികൾ, ഇപ്പം ഓൾറെഡി നിൽക്കുന്ന തേർഡ് പാർട്ടി
സിറ്റുവേഷൻസും അവരുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. അവരിലേക്ക് വീണ്ടും ചെല്ലുന്ന ഇമോഷണൽ ബന്ധങ്ങളും എല്ലാം അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. എല്ലാ ബന്ധങ്ങളിലും ട്രാജഡിയും ട്രോമയും അതുപോലെ വീഴ്ചകളും മാത്രമായിരിക്കും നിങ്ങളുടെ പേഴ്സണ് ഫ്യൂച്ചറിലേക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. അത് ഫാമിലി ബന്ധത്തിൽ പോലും ആ ഒരു എനർജിയാണ്. സംതൃപ്തമാകുന്ന ഒരു സിറ്റുവേഷൻസ് അവർക്ക് ഒരിക്കലും മറ്റ് എനർജികളെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ, ഒരു സ്പിരിച്വാലിറ്റിയെ ഫോക്കസ് ചെയ്ത് നിന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസും സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റും ഒരു ഫ്രീഡവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആരുമായിട്ട് കണക്റ്റ് ചെയ്ത് ഹാപ്പിനെസ്സോടുകൂടി സ്നേഹവും പ്രസൻസും ഒന്നും കൈമാറി കണക്റ്റ് ചെയ്ത് പോകാൻ നിങ്ങളുടെ പേഴ്സണ് ഫ്യൂച്ചറിലേക്ക് സാധിക്കില്ല. അത് തേർഡ് പാർട്ടിയോടൊത്താണെങ്കിലും മറ്റേത് സിറ്റുവേഷൻസിനോടൊത്താണെങ്കിലും അസാധ്യമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു എലോൺ എനർജിയിലും ഒരു സ്പിരിച്വാലിറ്റിയിലും നിന്നാൽ ഫ്യൂച്ചർ എനർജിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് സമാധാനപരമായിട്ട് കടന്നു പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഒരുപാട് തിക്ത അനുഭവങ്ങളെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യുമെന്നുള്ള എനർജിയാണ് നമുക്ക് കാണുന്നത്. 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്താണെങ്കിലും അവർക്ക് ഫ്യൂച്ചറിൽ ഒരു സോൾ കണക്ഷൻസുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. അവർക്കടെ ലൈഫിലേക്ക് അവർ ചില കാര്യങ്ങൾ കണക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അവർ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്ഷൻ എടുത്തതെല്ലാം തെറ്റായിരുന്നു. അവരുടെ പാസ്റ്റിലെ മിസ്റ്റേക്കുകളെല്ലാം അവർ തിരിച്ചറിയും. അവരുടെ ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് അവർ സ്വീകരിച്ച സിറ്റുവേഷൻ, അതൊരു മാര്യേജ് ചെയ്ത വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് സെലിബ്രേഷൻ, അതായത് മറ്റൊരാളോടൊത്ത് വളരെ പോസിറ്റിവിറ്റി ചിന്തിച്ച് കണക്റ്റ് ചെയ്തതാണെങ്കിലും ഇംബാലൻസിങ് എനർജി, അതായത് അവരുമായിട്ട് കണക്റ്റഡ് ആവാൻ പാടില്ലാത്ത ബന്ധങ്ങളുമായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നുള്ളൊരു തിരിച്ചറിവും അവർക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്നുണ്ട്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു പുതിയ തുടക്കം അവരുടെ ജീവിതത്തിലുണ്ടാവും. അതായത് അവരുടെ സോളിനെ അവർ തിരിച്ചറിയും. അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് വേണ്ടത് ആരാണ്, ആരോടൊത്ത് മുന്നോട്ടേക്കാണ് പോകേണ്ടത്, എന്താണ് അവരുടെ കുടുംബ ജീവിതം, അവരുടെ ലൈഫ് പർപ്പസ്, ആരോടൊപ്പമാണ് അവരുടെ ലൈഫ് പർപ്പസ് എന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഒരു പുതിയ തുടക്കത്തിന് അവർക്ക് സമയമുണ്ട് എന്നുള്ളതും ഫ്യൂച്ചറിൽ അവർക്ക് മനസ്സിലാകും. പിന്നെ ചീറ്റിംഗ് മെൻറ്റാലിറ്റി, അതായത് ഒരു സ്ഥലത്ത് സ്ഥിരതയില്ലാത്ത ആ ഒരു ക്യാരക്ടർ ബേസ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലാത്ത ആ ഒരു ക്യാരക്ടർ എനർജി അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അവർ ഏകദേശം ഒരു ചീറ്റിംഗ് മൈൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് പേഴ്സണാലിറ്റി അവരിൽ ഉണ്ട് എന്നത് അവർ വ്യക്തമായിട്ടും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, നല്ലൊരു ഡിസിഷൻ എടുക്കാതിരിക്കുന്ന, അതായത് ലൈഫിൽ നമുക്ക് നമ്മുടേതാകുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കണം. നമ്മളുടെ ശരികളിലൂടെ കടന്നു പോകാൻ നമുക്ക് എല്ലാ വ്യക്തികൾക്കും സാധിക്കണം. അതിന് നമ്മൾ പോകുന്നതിൽ ഒരു തെറ്റുണ്ടെങ്കിലും ആ തെറ്റിനെ മാക്സിമം ശ്രദ്ധിച്ച് ശരിയാക്കി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് പവർ കൂടി നമ്മൾ ഓരോ വ്യക്തികളിലും ക്രിയേറ്റ് ചെയ്യണം. എല്ലാവരും ചെയ്യുന്നത് ശരിയാവണമെന്നില്ല. അപ്പം ആ ഒരു തിരിച്ചറിവ്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ, മറ്റുള്ളവരെ ഭയപ്പെട്ട് പല കാര്യങ്ങളും ലൈഫിൽ നഷ്ടപ്പെടുത്തിയത്, ഇതെല്ലാം അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഡിസിഷൻ എടുക്കാതെ പോയതിൽ അവരുടെ ലൈഫിൽ സംഭവിച്ച നഷ്ടവും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഒരു റീയൂണിയൻ പ്രസൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്യൂച്ചറിലേക്ക് എന്തായാലും.